കോട്ടയത്തേക്ക് പോകും. തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലെന്നാണ് വാർത്ത. സംഭരിക്കുന്ന നെല്ലിന് മില്ലുകൾ കിഴിവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. അപ്പർ കുട്ടനാട്ടിൽ പല പാടശേഖരങ്ങളിലും സമാന സാഹചര്യമാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും. ടോബി, ഇന്ന് മലയാള മനോരമ പത്രത്തിന്റെ മുഖപ്രസംഗം തന്നെ ഈ പ്രശ്നമാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ നെൽകർഷകർ ഈ സംഭരണത്തിന്റെ കാര്യത്തിലൊക്കെ നേരിടുന്ന, അല്ലെങ്കിൽ മില്ലുകൾ വില ഇടിച്ചു താഴ്ത്തതിനെ പറ്റിയൊക്കെ മുഖപ്രസംഗങ്ങൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അത് കുറച്ച് ഗുരുതരമായ പ്രശ്നമാണെന്ന് തോന്നുന്നു ടോബി, അല്ലേ? പൊതുജനം കഴുതയല്ല, നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും ഹാഷ്മി വിജയകുമാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ പൊതുജനം ചെയ്തത്. അതിൻ്റെ അകത്ത് കൃത്യമായി പറഞ്ഞു, അന്ന് ഞാൻ കല്ലറ ഭാഗത്താണ് പോയിരുന്നത്. അവിടെ ഈ സമാനമായിട്ടുള്ള സാഹചര്യം നിലനിന്നിരുന്നു. നല്ല വെയിലാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ വെയിലിലും ഇത്രയും കരിഞ്ഞുണങ്ങി കിടക്കുന്ന സമയത്ത് പോലും നെല്ലിൻ്റെ ഈർപ്പത്തിന് വേണ്ടി കിഴിവ് ഒരു കിലോയൊക്കെ കിഴിവ് നൽകണമെന്നാണ് ഈ മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കർഷകർക്കുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ തിരുവാർപ്പിലാണ്. അവിടെ ജയബോക്ക് 9000 പാടശേഖരത്താണ്. ഒരുപക്ഷെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 1800 ഏക്കറിലാണ് കൃഷി. കായൽ പാടശേഖരമുണ്ട്, അതുപോലെ തന്നെ സാധാരണ പാടശേഖരമുണ്ട്. ഏകദേശം 400 ഏക്കറോളം കൊയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ബാക്കി കൊയ്യാൻ കിടക്കുകയാണ്. ആ കൊയ്ത് കൂട്ടിയ നെല്ലാണ് വെറുതെ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട്, അതായത് നെല്ല് സംഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 14 ദിവസമായിട്ട് ഈ നെല്ല് സംഭരിക്കാൻ ആരും തന്നെ മില്ലുടമകൾ തയ്യാറാകുന്നില്ല. അവർക്ക് കിഴിവ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സപ്ലൈകോ അധികൃതർ വന്ന് പരിശോധിച്ചിട്ട് പോയതാണ്. അവർ പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ലാത്ത ഏറ്റവും ഇതുവരെ ഇവിടുന്ന് കിഴിവ് കൊടുത്തിട്ടില്ലാത്തൊരു പാടശേഖരം കൂടിയാണെന്ന് ഓർക്കണം. അത്തരത്തിൽ നല്ല നെല്ലാണ്. അത് സംഭരിക്കാൻ ഈ മില്ലുടമകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യം. നമ്മളോടൊപ്പം ഇവിടുത്തെ കർഷകരൊക്കെ ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ചേട്ടാ, എന്താണ് ശരിക്കും ഈ മില്ലുടമകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ഒരു കിഴിവ് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? കിഴിവ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും. അവർക്ക് കിഴിവ് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. കാരണം ഈ സാധനം അവർക്കറിയാം, ഇങ്ങനെ മഴ പെയ്യുകയോ എന്തെങ്കിലും തരുവാണെങ്കിൽ കർഷകർ കാശ് മുടക്കി അവസാനം അഹി കേട്ട് താൻ എടുത്തു എന്ന് പറഞ്ഞേച്ച് പോണ ഒരവസ്ഥയിലാണ് ഈ നെൽകർഷകർ എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അവർക്കറിയാം ഇത് പറഞ്ഞാൽ കിട്ടും. അവർ യൂണിയനായിട്ട് അംഗീകരിച്ച് ഞങ്ങൾക്ക് 1.5 കിലോ കിഴിവ് കിട്ടിയാലേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും മാറി നിൽക്കുകയാണ്. ആരും വരുന്നില്ല. ഈ ഒരു മില്ലുടമയിൽ ഈ മില്ലുടമകളെല്ലാം കൂടി ഒരുമിച്ചാണോ ഈ ഒരു തീരുമാനം? മില്ലുകളെല്ലാം കൂടി ഒരുമിച്ചാണ്? ഏജന്റന്മാരാണ് വരുന്നത്. മില്ലുകാരും വരുന്നില്ല. അവർ വന്ന് മാറി നോക്കിച്ച് കാറെ കയറി അവർ പോവുകയാണ്. അവരുടെ ഏജന്റന്മാരുണ്ട്. അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര കിലോ കിഴിവ് വേണം, 1.5 കിലോ വേണം, 1 കിലോ വേണം. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇത് 14 ദിവസമായ നെല്ലാണ് ഈ കിടക്കുന്നത്. ഈ നെല്ലിൻ്റെ പരുവം കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ഈ നെല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ നെല്ല് ഇരിക്കുന്ന കണ്ടോ? ചക്കക്കുരു പോലിരിക്കുന്ന നെല്ലാണിത്. ഇത് കുത്തിയാൽ 68 72 കിലോ അരി കിട്ടും. 1 കിൻഡൽ നെല്ല് ഇത് ഉണങ്ങി കുത്തിയാൽ 72 കിലോ അരി കിട്ടും. അത് സർക്കാർ പറഞ്ഞ് 64 കിലോ അരിയാണ് ഇപ്പോൾ സർക്കാർ അംഗീകരിക്കുന്നത്. അതും പോരാഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പാവങ്ങളായ പണയം വെച്ചും കടം മേടിച്ചുമാണ് കൃഷി ഇറക്കുന്നത്. 4 പ്രാവശ്യം മരുന്നടിച്ചാൽ പിന്നെ ഇതിനകത്ത് വിതയ്ക്കാനൊത്തത്. വരിനെല്ലിൻ്റെ ഉപദ്രവമുണ്ട്, കളയുണ്ട്, കവടയുണ്ട്, മഞ്ഞക്കോരയുണ്ട്. എന്നെ അടിച്ചാലും മഞ്ഞക്കോര പോകില്ല. ഈ കൊല്ലം 100 മില്ലി അടിച്ചെങ്കിൽ അടുത്ത കൊല്ലം 150 മില്ലി അടിക്കണം. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ കഴിഞ്ഞാലും മുമ്പിലത്തെ കൊല്ലം മഴ പെയ്ത് നശിച്ചു പോയിട്ട് പോലും കിഴിവിടുന്ന് കൊടുത്തിട്ടില്ല. എത്ര കൊയ്യാനുണ്ട്? ഇനി കൊയ്യാൻ ഒരു 1000 ഏക്കറുണ്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ്. നമുക്കിപ്പോൾ കാണാം, കൊയ്ത്തന്ത്രങ്ങൾ നെല്ല് കൊണ്ടുവന്ന് ഇവിടെ ഈ പാടത്തിൻ്റെ തീരത്തായിട്ട് വഴിക്കരികിലായിട്ട് നെല്ല് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അത് ലോറിയിലേക്ക് കയറ്റേണ്ടതുണ്ട്. അങ്ങനെ വലിയ ചിലവ് വരുന്ന ഒരു ജോലി തന്നെയാണ്. ഇത്രയധികം കാശ് മുടക്കിയിട്ടും അത് കൃത്യമായിട്ട് സംഭരിച്ച് കർഷകർക്ക് വേണ്ട പണം കൃത്യമായി നൽകാനുള്ള ഒരു നടപടിയിലേക്ക്, ഒരു ശക്തമായിട്ടുള്ള നടപടി, ഈ മില്ലുടമകളുടെ ആ ഒരു ഇടപെടൽ, ഏജന്റുമാരുടെ ഒരു ഇടപെടൽ, അതാണ് ഈ കർഷകരെ വളരെയധികം ദുഃഖിപ്പിക്കുന്നത്. എന്തായാലും ഈ 3 മുതൽ 5 വരെ പ്രശ്നമായി വരുന്നുണ്ട്. അപ്പോൾ ഈ പലയിടത്തും വേനൽ മഴ പെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഈ വേനൽ മഴ കൂടി അവിടെ പെയ്താൽ ഇവരെ സംബന്ധിച്ച് ഈ മില്ലുടമകളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ ഈ കൊയ്തിട്ട നെല്ല് നനഞ്ഞു പോയാൽ അത് വലിയ അപകടമുണ്ടാക്കും. അപ്പോൾ അത്തരം ഒരു സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കൂടി ആയിരിക്കും ചിലപ്പോൾ ഈ മില്ലുടമകൾ ശ്രമിക്കുന്നത്, അല്ലേ? ആ സമ്മർദ്ദത്തിൽ കർഷകർ എന്തായാലും വീഴില്ലെന്ന് കരുതാം. തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ഒരു സമ്മർദ്ദം അവർ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പല വർഷങ്ങളിൽ നമ്മളിത് കണ്ടിട്ടുള്ളതുമാണ്. ഇങ്ങനെ നെല്ലെടുക്കാതിരിക്കുക, എന്നിട്ട് വേനൽ മഴ പെയ്ത് കഴിയുമ്പോൾ കിഴിവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഈ നെല്ലിങ്ങനെ കിടക്കുമ്പോൾ കർഷകർക്ക് തന്നെ ദുഃഖം ഉണ്ടാകും. അവരിത് മുളച്ചു വരും. അതായത് മഴ പെയ്ത് കഴിയുമ്പോൾ നെല്ല് മുളച്ചു തുടങ്ങിയാൽ പിന്നെ എടുക്കാനേ സാധിക്കില്ല. അവസാനം ഗതി കെട്ടി കർഷകർ, നിങ്ങളിത് എത്രയെങ്കിലും 10 വരെയൊക്കെ എല്ലാ കാലവും സംഭവിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽകർഷകർ ആ മില്ലുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? മറ്റു വഴിയില്ലാതെ എല്ലാ കാലവും ഈ മില്ലുകൾക്ക് മുന്നിൽ കീഴടങ്ങാനല്ലാതെ ആ പാവങ്ങൾക്ക് മുന്നിൽ മറ്റു വഴിയില്ല.
ഇപ്പോൾ ഇവരിപ്പോൾ ഈ പറയുന്ന നല്ല നെല്ലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കില്ല. ഏറ്റവും അവസാനം അവർ പറയുന്നവർക്ക് എടുക്കേണ്ടി വരും. അതാണ് സംഭവിക്കുക സർക്കാർ ഇടപെടലില്ലെങ്കിൽ. സർക്കാർ ശക്തമായി ഇടപെടണം. അതുണ്ടാവുന്നില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ഹാഷ്മി, വിജയകുമാർ. സാഹചര്യം മുതലെടുക്കാനാണ് എന്തായാലും ഈ നെല്ല് ഈ പറയുന്നത് പോലെ മില്ലുകൾ ശ്രമിക്കുന്നത്, മില്ലുടമകൾ ശ്രമിക്കുന്നത്. അത് എങ്ങനെയാണ് തടയിടുക? അതിലിപ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു വഴിയില്ല. നെൽകർഷകർക്ക് അനുകൂലമാണ്, നല്ല കാലാവസ്ഥയാണ്. അല്ല, ഞാൻ പറഞ്ഞത് കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അനുകൂലമാണ്. സൂപ്പർ നെല്ല്, നല്ല സൂപ്പർ നെല്ല് അവർ പറയും ഈർപ്പാന്ന് പറയും. അപ്പം കർഷകർ പറയുമ്പോൾ നല്ല സൂപ്പർ, അവർക്കറിയാം, അവരുടെ നെല്ല് പിന്നെ അവർക്കറിയാലോ ഇത് സൂപ്പർ നല്ലാണ്, ഈ പൈസ തരുള്ളൂ എന്ന് പറയും. കുറെ ആൾ അങ്ങനെ നിൽക്കും. അവസാനം ഇവർ പറയുന്ന പൈസ കൊടുക്കല്ലാതെ ആ പാവം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തൊക്കെയാണല്ലോ. അപ്പൊ അത് തിരിച്ചടവൊക്കെ മുടങ്ങുമ്പോഴാണ് അവർ വീണ്ടും സമ്മർദ്ദത്തിലാവുന്നത്.